പഠിച്ച് പഠിച്ച് മടുപ്പ് വരുന്നൊരു വല്ലാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ എത്താറുണ്ട്. എത്രയൊക്കെ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമുക്കൊരു തരം മടുപ്പ് വരും. എത്ര കാലമായി ഇങ്ങനെ, ഇനി എത്ര കാലം ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട്. നമുക്കൊന്ന് കുറച്ച് ബാക്കോട്ട് പോവാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളൊരു കഷ്ടപ്പാടുകൾ ഇപ്പം ഒന്ന് പഠിച്ച് പഠിച്ച് ഒക്കെ കഴിഞ്ഞാലും നമുക്ക് കോളേജ് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടുന്നു, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, നമുക്ക് പൈസ ആവുന്നു അല്ലേ, നമ്മൾ ജീവിതം ആകെ കളറാവും കോളേജ് കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ മനക്കോട്ടയായിരുന്നു എന്ന് നമുക്കറിയാം. ഈ പഠനം കഴിഞ്ഞപ്പോഴത്തേക്കും ആഗ്രഹിച്ച പോലെ തന്നെ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോലി കിട്ടി വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന സെറ്റിലായ വളരെ കുറച്ച് ആൾക്കാരെ നമുക്കറിയുള്ളൂ. ബാക്കി വരുന്ന ഭൂരിഭാഗം പേരും 98% പേരും വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് വർഷം എടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നല്ലൊരു കരിയറിലേക്കും നല്ലൊരു ജോലിയിലേക്കും ജീവിതത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ എന്താണ് അവരും നമ്മളും തമ്മിൽ സംഭവിച്ച ഒരു വ്യത്യാസം എന്ന കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ. അല്ലാതെ പണ്ടത്തെ കഥ തന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതിനൊരു സൊല്യൂഷൻ വേണം അല്ലേ. എന്താണ് നമ്മൾ ഇനി മാറി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയതിന് മനസ്സിലാവും. നമ്മൾ ഇന്നലെ ചെയ്തതോ മെഞ്ഞാന്ന് ചെയ്തതോ ഒരാഴ്ച മുമ്പ് ചെയ്തതോ ആയ കാര്യങ്ങളുടെ ഫലമല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. മറിച്ച് 2, 3, 4, 5 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അന്നെടുത്ത എന്തൊക്കെയോ തെറ്റായ തീരുമാനങ്ങൾ അല്ലേ, നമ്മൾ എടുത്ത കോഴ്സാവാം, നമ്മളെടുത്ത ചിലപ്പോൾ കോളേജാവാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കണമെന്നോ പഠിക്കണ്ട എന്നോ നമ്മൾ തീരുമാനിച്ചതാവാം, അന്ന് നമ്മൾ എഫേർട്ട് എടുക്കാത്തതാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും ചില നിർഭാഗ്യങ്ങൾ കൊണ്ടിട്ടും നമ്മൾ മോശാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം അന്നുണ്ടായ കുറേ കാര്യങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളിപ്പോഴും ഒരു ജോലിയിലോ അല്ലെങ്കിൽ നമുക്കൊരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സ്റ്റേറ്റിലോ നമ്മൾ എത്താത്തത്. അപ്പോൾ ഇപ്പോഴും നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, അത് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് മടുപ്പ് വരുന്നു, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇനി ഞാനൊന്നും എഫേർട്ട് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഒരു 3, 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നിങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവോ? കാരണം ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ എഫക്റ്റാണ് ഒരു 2, 3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ പഠിത്തവും മതിയാക്കി, അല്ലെങ്കിൽ പഠിത്തം മാത്രമല്ല നമുക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാതെ എഫേർട്ട് എടുക്കാതെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. ഇങ്ങനെ ഈ ജീവിതം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എഫേർട്ട് എടുക്കണം. അപ്പം നമ്മുടെ ജീവിതം മാറും, ഉറപ്പായിട്ടും മാറും. അപ്പം ഇത് മാത്രമേ വഴിയുള്ളൂ. പഠനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനോ നമുക്ക് എളുപ്പ വഴിയൊന്നുമില്ല. നമുക്ക് ഹാർഡ് വർക്ക് കുറച്ചും കൂടെ സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാം. അതായത് കുറേ വെറുതെ ഹാർഡ് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അതേസമയം കുറഞ്ഞ സമയത്തിനുള്ളിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരെ നമുക്കറിയാം. അവരെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്തുകൊണ്ടാവാം. അപ്പം നമുക്ക് ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം, എഫേർട്ട് എടുക്കാനുള്ള മനസ്സും വേണം. നമുക്ക് മടുപ്പ് വരും, സങ്കടം വരും, വിഷമം വരും, എല്ലാം വരും. നമ്മൾ മാത്രമേ ഉള്ളൂ. ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരൊക്കെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്കൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ തളർന്നു പോയാൽ കുറച്ചു നേരമൊക്കെ തളർന്ന് കിടക്കാം. അവിടുന്ന് എണീറ്റ് പൊടി തട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത പണി ചെയ്യണം. അതേ നമുക്ക് ചെയ്യാനുള്ളൂ.